ഇവിടെ സൗകര്യം കുറവായിരിക്കും, എങ്കിലും ദേവിയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതിൽ കൂടുതലായി എന്ത് വേണം സ്വാമി? ആട്ടെ, ആർക്കാണ് അസുഖം? എന്നാണ് തുടങ്ങിയത്? ഇവൾക്ക് തന്നെ സ്വാമി. ഞങ്ങളുടെ ഒരേ ഒരു മകളാണ്. ഈ അടുത്ത കാലത്താണ് അവളുടെ വിവാഹം നടന്നത്. അതൊരു മാറ്റ കല്യാണമായിരുന്നു. ഇവളെ വിവാഹം കഴിച്ച പയ്യന്റെ സഹോദരിയെ ഇവളുടെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു. ഒരേ മുഹൂർത്തത്തിൽ. വിവാഹം കഴിഞ്ഞ് ഇവൾ ഭർതൃഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. സന്തോഷമായിട്ട് പോയിട്ട് വാ മോളെ. യാത്രക്കുള്ള മുഹൂർത്തം തെറ്റും. ഇനി യാത്ര പറഞ്ഞു തന്നാൽ കാറിലോട്ട് കയറുമോളെ. ഞാൻ റെഡി. മോഹൻ, മറ്റന്നാൾ നീ രമണിയും കൂട്ടി അങ്ങോട്ട് വരണം. ഓക്കെ. ഞങ്ങൾ അവിടെ എത്തിയാലുടൻ നീ മല്ലിയും കൂട്ടി ഇങ്ങോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കണം. എഗ്രീഡ്. രമണി, നീ മിടുക്കിയായിരിക്കണം കേട്ടോ. മല്ലിക, നീ മിടുമിടുക്കിയായിരിക്കും കേട്ടോ. ആ, നീ ഏതായാലും സമയം നയിക്കണ്ട. കമോൺ കേട്ടി. എട്ടും പൊട്ടും അറിയാത്ത പെണ്ണ് ഇന്ന് വരെ അവൾ എന്നെ തിരിഞ്ഞ് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. എന്നാ പിന്നെ അമ്മയ്ക്ക് തന്നെ അവളെ കല്യാണം കഴിച്ച് ഇവിടെ കൂടെ താമസിപ്പിക്കാമായിരുന്നു. നീ പോടാ അവിടുന്ന്. ആ പെണ്ണ് കെട്ടിയെന്ന് വിചാരിച്ച് എന്നെ കളിയാക്കാനുണ്ടല്ലോ. ഇപ്പം പെണ്ണിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കാരണം തോറ്റരുക. അത് കൊള്ളാനല്ലേ ഞാൻ കാത്തു നിൽക്കുന്നത്. ഏതായാലും അമ്മയുടെ അച്ഛനും നേരത്തെ തന്നെ അറിഞ്ഞോട്ടെ. എവനൊരു വായാടി കേറി പോണോ കേട്ടോ. അച്ഛനും മുന്നിട്ട് സ്വൈരമായി മകളുടെ ഗുണഗണങ്ങളെ പറ്റി സംസാരിക്കാനായിരിക്കും. ഞാനങ്ങ് പോയിക്കാം. മോന്റെ വായടുത്തരം കേട്ട് നിന്ന് രസിക്കുകയാണോ? പിന്നെ ഞാനെന്ത് വേണം? നെഞ്ചത്തടിച്ച് നിലവിളിക്കണം. ഇങ്ങനെ ഒരു അച്ഛനും മോനും. ആ മോളെ, നീ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. അവൾക്കൊരു വിഷമവും ഇല്ല. നീ പറഞ്ഞു വിഷമിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ ഞാനല്ലേ അങ്ങ് പറഞ്ഞു വിഷമിപ്പിക്കുന്നത്. വാ മോളെ. അല്ല, മരുമോള് വന്നപ്പോ ഭർത്താവിനെ അങ്ങ് മറന്നു. ശരി ശരി, നടക്കട്ടെ. ഞാൻ പുറകെ വന്നോളാം. ഇങ്ങനെ നാണിച്ചാലോ? മല്ലിക പഠിച്ചവളല്ലേ? ഞാൻ അങ്ങനാണോ? മല്ലികയുടെ ചേട്ടന്റെ ഉറ്റമിത്രമല്ലേ? എന്നെ ആദ്യമായി ഒന്ന് കാണുകയാണോ ഇങ്ങനെ നാണിക്കാൻ? മല്ലിക മിടുക്കി. രമണി, ഈ പഴഞ്ചൻ ചടങ്ങൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. രമണിക്കറിയോ ഞാനും നിന്റെ ചേട്ടൻ തമ്മിൽ അടുപ്പം? അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു തരാം. ഞങ്ങൾ ഒരു കുഴിയിൽ ഒരുമിച്ച് ചാകാൻ നോയമ്പ് നൂറ്റ് കഴിയുന്നവരാ. പക്ഷേ അതിന് പറ്റിയ കുഴിയത് വരെ കണ്ടു കിട്ടിയില്ല. എന്നെ തൊഴാതെ. ഞാൻ ആരെന്നറിയാമോ? കൊന്നറിയും. കടിച്ചു കീഴി ചോര ഒഴിക്കും. ചോര, എനിക്ക് ചോര വേണം. നിന്റെ ചോര വേണം. അമ്മേ, അമ്മേ, അയ്യോ അമ്മേ, ഓടേ അമ്മേ, 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 എന്തോ അമ്മ കേട്ടാൽ? കേട്ടോരെന്താ? അമ്മയും പണ്ട് ഇതുപോലെയൊക്കെ തിരിച്ചു കാണും. എന്തോന്നായി പറയുന്നു? സത്യം, പരമാർത്ഥം. നേരം പാതിരയായി, നമുക്ക് ഉറങ്ങാം. ഉറങ്ങാനും ഈ രാത്രി ഉറങ്ങാനും ഭ്രാന്ത് പറയാതെ. വെള്ളിയാഴ്ച തോറും പാതിരയ്ക്ക് പെട്ടെന്ന് ഉണ്ടാകും, ഉടനെ മാറുകയും ചെയ്യും. ഇത്ര നാളായി തുടങ്ങിയിട്ട് 4-5 മാസമായി. ചികിത്സയൊന്നും ചെയ്തിട്ടില്ലേ? ചെയ്തു, പക്ഷേ മാറിയില്ല അല്ലേ? എങ്ങനെ മാറും? ഭ്രാന്ത് പിടിപെട്ടാൽ പെട്ടെന്നൊന്നും മാറില്ല. നീ ഒന്നും മിണ്ടാതിരിക്കും. ഇവളെങ്ങനെ വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം? വിഷമിച്ചത് ഞാനല്ലേ?
ആദ്യ രാത്രിയിലെ അനുഭവം വേണ്ട. അത് ആലോചിച്ചാൽ എനിക്കും ഭ്രാന്ത് പിടിക്കും. ആ, നേരം വിളിക്കട്ടെ. എന്നോട് ചെയ്ത ഈ ചതിക്ക് ഞാൻ സമാധാനം പറയിപ്പിക്കും. നീ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ ചതിച്ചെന്ന്? പിന്നെ അല്ലാതെ എന്താണ് ഇതിന്റെ അർത്ഥം? നിന്റെ സഹോദരിക്ക് ഈ സൂക്കേടുള്ള കാര്യം നീ എന്നോട് മുൻകൂട്ടി പറയുന്നുണ്ട്. മോഹൻ, നീ എന്നോട് ഈ കൊടുഞ്ചതി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നരേന്ദ്ര, സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇരുകൂട്ടരും ദുഃഖിക്കേണ്ടി വരും. ഞാൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. എന്തും കൽപ്പിക്കും. അതെ, എന്നെ കുരുക്കിലാക്കാമെന്ന് കരുതേണ്ട. ഈ കൊടും ചതിക്ക് ഞാൻ പകരം ചോദിക്കും. നരേന്ദ്ര, മര്യാദ മറന്ന് സംസാരിക്കരുത്. മര്യാദ നീ വേണം അത് ഉപദേശിക്കാൻ. ഭ്രാന്തിയായ പെങ്ങളെ കൂട്ടുകാരന്റെ തലയിൽ കെട്ടിവെച്ചതാണോ മര്യാദ? നിർത്ത്. നിലവിട്ട് സംസാരിച്ചാൽ നില, നിന്റെ നിലയും വിലയും നല്ലവണ്ണം മനസ്സിലാക്കിയവരാണ് ഞാൻ. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച എന്റെ മടത്തരത്തിന് മറ്റാരെ പഴിക്കാൻ? നിന്റെ പെങ്ങളെ ഇവിടെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. കുഞ്ഞെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ സമാധാനമായിട്ടൊന്ന് കേൾക്കൂ. വിവാഹം കഴിഞ്ഞ് എവിടെ അസുഖം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടാണ്. വേണ്ട, ഇനിയും എന്നെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഞാൻ പോകുന്നു. ഇനി ഈ വീട്ടിൽ ഞാൻ കാലുകുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നീ പോവുകയാണല്ലേ? എന്താ, തടയാൻ ഭാവമുണ്ടോ? നിന്നെയോ? അത്രയ്ക്ക് ഗതികെട്ടവരല്ല ഞങ്ങൾ. പക്ഷേ എന്ത് വേണം? പോകാൻ നിശ്ചയിച്ചെങ്കിൽ തനിച്ചു പോകണ്ട. കൂട്ടിന് സ്വന്തം പെങ്ങളെയും കൂട്ടി കൊണ്ടുപോയിക്കോ. നീ എന്തൊക്കെയാണ് പറയുന്നത്? എന്റെ പെങ്ങളെ തിരിച്ചേൽപ്പിക്കാൻ വന്ന ഇവൻ സ്വന്തം പെങ്ങളെയും കൂട്ടി കൊണ്ടുപോകട്ടെ. പേടിപ്പിക്കുകയാണ്. എന്റെ പെങ്ങൾ ഇവിടം വിട്ടു പോന്നാൽ പട്ടിണി കിടക്കുകയും മറ്റുമില്ല. എന്റെ പെങ്ങളെ നിനക്ക് വിവാഹം കഴിച്ചു തന്നതും അവളുടെ പട്ടിണി മാറ്റാനില്ല. ശരി, എങ്കിൽ അത് തന്നെ നടക്കട്ടെ. വരമണി, നമുക്ക് പോവാം. ഞാൻ കരയാതെ. യാതൊരു കാരണവുമില്ല നിന്നെ പറഞ്ഞേക്കാൻ മടിക്കാത്തവന്റെ കൂടെ ഇനി ഒരു നിമിഷം കഴിയാൻ നാണമില്ല നിനക്ക്. വായന്റെ കൂടെ. ഈശ്വര, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എടാ, നീയെങ്കിലും ഒന്ന് ക്ഷമിച്ച്. എന്റെ ക്ഷമയ്ക്ക് അതിനുണ്ടമ്മേ. ഇവൻ പറഞ്ഞതൊക്കെ അമ്മ കേട്ടില്ലേ? ഞാൻ പറഞ്ഞതാണ്, ഇനിയും പറയും. എവിടെ വെച്ചും പറയും. ഇവിടെ വെച്ചായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ഒന്ന് നിർത്തടാ. നിങ്ങളെന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എങ്ങനെങ്കിലും ഈ അപകടം ഒന്ന് ഒരു ഒഴിവാക്കണം. അപകടവുമില്ലമ്മേ. മല്ലിയുടെ വിവാഹം നടന്നില്ലെന്ന് കരുതിയാൽ മതി. ഇത്രയും നാൾ അവളുടെ ജീവിച്ചതുപോലെ ഇനിയും കഴിഞ്ഞു. ഇത്ര നിർദ്ദയനായ ഇവന്റെ കൂടെ ഒരു കാലത്തും ഞാൻ അവളെ പറഞ്ഞില്ല. ആരെല്ലാം നിർബന്ധിച്ചാലും ഞാൻ കൂട്ടിക്കൊണ്ട് പോകത്തുമില്ല. വേണ്ട, നിന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി. വരമണി, വരാൻ്റെ പറഞ്ഞു. ഇവിടെ ആരും കരയരുത്. നരേന്ദ്ര, പുറത്തു കുത്തുന്ന ആ കാൽ ഇനി ഒരിക്കലും ഈ വീട്ടിൽ കുത്താൻ ഞാൻ ഇടയാക്കില്ല. നാം തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുന്നു. വരി.